Hi friends, welcome back to my channel Video Muthuzz. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നിപ്പൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊന്നിയുടെ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം പൊന്നിക്ക് 2-3 ടോയ്സ് ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ പൊന്നിയുടെ ഫസ്റ്റ് ടോയ് ഇതാണ് കേട്ടോ. ഒരു ചെമ്മരിയാണ്, ഒരു മണിയൊക്കെ ഉണ്ട്. അതിനകത്ത് ഇവിടെ ഇങ്ങനെ അപ്പോൾ ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ ഞെക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതാണ്. ഇത് നമ്മുടെ വീട്ടിൽ മേടിച്ചു കൊടുത്തതാണ് പൊന്നിക്ക്. അപ്പം നമുക്ക് അടുത്ത നോക്കാം. ടെൻറ്റഡായി. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, ഒരു അമ്മയുണ്ട്. ഇത് പോകുന്നില്ലല്ലോ, വേണ്ടേ. ദേ ഈ അമ്മയും ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് പൊന്നി ഇത് മാത്രം വന്നിങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ ഇതങ്ങ് ഇളക്കി കൊടുത്തതാവും കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്നത് അഖിലും അമ്മുവും കൂടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പൊന്നിയുടെ അടുത്ത ടോയ്. ഇനി ഒരെണ്ണം കൊണ്ട് അതും കൂടെ കാണിക്കാം. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് അപ്പുറത്തെ വീട്ടിലെ ചിഞ്ചി ചേച്ചി മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഈ പാവക്കുട്ടിയാണ്, മുണ്ട് താത്തറി. അപ്പോൾ ഈ പാവക്കുട്ടിയാണ് അടുത്തത്. പിന്നെ പൊന്നിക്ക് കുറച്ച് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടേ. നമുക്ക് ഇനി ഡ്രസ്സ് കാണാം. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഒരു മഞ്ഞ ഇത് വന്നിട്ട് ഇവിടെ ജീൻസ് വന്നിട്ടുള്ളത്. ഇത് എൻ്റെ അനിയൻ കണ്ണം മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പൊന്നിയുടെ ഫസ്റ്റ് ഡ്രസ്സ്. കൊള്ളാമല്ലേ? അപ്പം ഇതിപ്പോൾ പൊന്നിക്ക് പരുവാണ് കേട്ടോ. കിളിയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നില്ലേ? കിളിയുടെയും അതിൻ്റെയൊന്നും സൗണ്ട് കേൾക്കാതെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇവിടെ തന്നെ ഒരു മരത്തിൽ പൊത്തുണ്ട്, അതിനകത്ത് തത്തയും വേഴാമ്പലൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഒന്നും ഓട്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവരുടെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം. അപ്പോൾ പൊന്നിയുടെ അടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. അത് മിണ്ടായിരിക്കുമോ? ആ സൗണ്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കാട്ടെ, അത് നിർത്തത്തില്ല, അതങ്ങനെയാണ്. അപ്പോൾ പൊന്നിയുടെ അടുത്തത് ഇതാണ് കേട്ടോ. ഇതിനകത്ത് കാണുമ്പോൾ ഒരു നീല പോലുണ്ട്, ഒരുമാതിരി പച്ച പോലത്തെ നീല കേട്ടോ. ഇത് അപ്പുറത്തെ വീട്ടിലെ അനിൽ ചേച്ചി വരും. അപ്പോൾ ഈ ഡ്രസ്സും പൊന്നിക്കിപ്പോൾ പരുവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ പൊന്നിയുടെ അടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് താര മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ. കൊള്ളാമല്ലേ? ക്യൂട്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇച്ചിരി വലുതാണ്, കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ലതായിട്ട് ഇട്ട് നടക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ അടുത്ത് ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് പോലത്തെ ഉടുപ്പാണേ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് കളറല്ല കാണുന്നത്, ഇതൊരു പീച്ച് പോലത്തെ കളറ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോട്ടും കൂടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ കോട്ട്. ഓക്കെ, അപ്പോൾ ഇതും ഈ കോട്ടും കൂടാണ് വരുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് സോബി ചേച്ചി, എൻ്റെ ചേട്ടനും പൊന്നിച്ചേട്ടനും സോബി ചേച്ചിയും കൂടെ മേടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ അടുത്തത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് കുരുങ്ങിയോ? ഇങ്ങനത്തെ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കോട്ടൊക്കെ ഉണ്ട്. ഇത് കറക്റ്റ് കളർ എന്നത് കാണുന്നില്ല. അണ്ടേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ. ഇത് മേടിച്ചത് ഞങ്ങളുടെ അപ്പയാണ് മേടിച്ച കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പൊന്നിക്ക് വലുതാണ് കേട്ടോ. അപ്പോൾ പൊന്നി LKG ഒക്കെ പോകാറാകുമ്പോഴത്തേക്കൊക്കെ ഇതിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത് ഈ ഒരു ഉടുപ്പും അതിൻ്റെ കൂടെ പാവാടയുണ്ട് കേട്ടോ. ഇത് ഈ ഒരു പാവാടയും കൂടെ വരുന്നതാണ്. കണ്ട, ഈ ഒരു പാവാട ഉടുപ്പും കൂടെ വരുന്നതാണ്. ഇത് കൊണ്ടുവന്നത് പൊന്നിയുടെ അപ്പയാണ് കേട്ടോ. വർഷയാണ് കൊണ്ടുവന്നത്. അപ്പോൾ വർഷം കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇത്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. അപ്പം അടുത്തത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഫ്രോക്കാട്ടോ. പൊന്നിക്ക് കൂടുതലും കിട്ടിയത് ഫ്രോക്കും പാവാട ഉടുപ്പും ഒക്കെയാണ് കേട്ടോ. ഫ്രോക്കാണ് ഒരുപാട് കിട്ടിയത് മൊത്തം ഫ്രോക്കാണ്. പക്ഷേ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മിക്കതും വലുതാണ്. കാരണം ഇപ്പം എന്തുപോലും ഇടാൻ പറ്റത്തില്ല. ഇത് ഇരുന്ന് ചെറുതായി പോകത്തേ ഉള്ളൂ. വലുതായതുകൊണ്ട് പൊന്നി നടക്കാറാകുമ്പോഴൊക്കെ ഇടാം. ഇതൊക്കെ നടക്കാറാകുമ്പോൾ ഇട്ടാലേ ഒരു ഭംഗിയുണ്ട്. പൊന്നിപ്പോൾ നടക്കും, എന്നാലും നമുക്ക് അങ്ങനെ നടത്തിക്കൊണ്ട് പോകാനുള്ള അത്ര നടത്തായാലും പിച്ച വയ്ക്കത്തേ ഉള്ളൂ. അപ്പം ഇത് കൊണ്ടുവന്നത് അച്ചാമ്മയാണേ. കാണുന്നില്ലല്ലേ? ഓക്കെ, ഇത് തന്നെ. അപ്പോൾ ഇത് കൊണ്ടുവന്നത് എൻ്റെ അച്ചാമ്മയാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നെറ്റിൻ്റെ ഒരു റോസ് കളർ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇതൊരു ഫ്രോക്കാണ്. ഇതും പൊന്നിക്ക് ഇപ്പോൾ പരുവമാണ്. ഇപ്പോൾ ഇടാനേ പറ്റത്തുള്ളൂ, ഇച്ചിരി കൂടെ വളർന്ന് കഴിഞ്ഞിടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒക്കെ നല്ല പരുവമാണ്. ഇത് കൊണ്ടുവന്നത് ഞാൻ ഇവിടുത്തെ രാജേഷണൻ്റെ അമ്മ കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ രാജേഷണൻ്റെ അമ്മ പാസുരാമ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കടുത്ത് നോക്കാം. അപ്പോൾ അടുത്തത് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. നല്ല അടിപൊളി വെടിക്കെട്ട് കളറാണ്. കളർ കണ്ടോ? നണ്ടി, ഇതാണ് കളർ കേട്ടോ. നണ്ടി ഈ കളറാണ്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവന്നത് എൻ്റെ വേറൊരപ്പ, അച്ഛൻ്റെ അനിയത്തി, ഇളയ അനിയത്തി കൊണ്ടുവന്നത് കേട്ടോ.
അപ്പോൾ അടുത്തത് ഇങ്ങനൊരു കോട്ടൻ്റെ പോലത്തെ ഇത് ഈ സമയത്തൊക്കെ ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇടുമ്പോൾ കുഞ്ഞിനും നല്ല സുഖമാണ്. ഇതിനകത്ത് വലിയ ചൂടൊന്നും ആവത്തില്ല. ബാക്കിയുള്ളതൊക്കെ ഈ സമയത്ത് ഇടാൻ പറ്റിയതല്ല. എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അതിൻ്റെ അകത്ത് നെറ്റൊക്കെ കുഞ്ഞിൻ്റെ പുറത്തൊക്കെ കൊള്ളുന്നുണ്ട്, ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചൂട് സമയത്ത് ഇടാൻ നല്ല തുണിയാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് മൂത്തമ്മ, അമ്മയുടെ ചേച്ചി കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതാ ഇത് മൂത്തമ്മ കൊണ്ടുവന്നത് കേട്ടോ. കാണിക്കുക കളറ്, ഇതാണ് കളറ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൂത്തമ്മ കൊണ്ടുവന്നത്. ഇത് നല്ല സോഫ്റ്റ് തുണിയാട്ടോ, കുഞ്ഞുങ്ങൾക്ക് ഇട്ടാൽ വലിയ ഇറിറ്റേഷനൊന്നുമില്ല. ഈ സമയത്തൊക്കെ ഇടാൻ പറ്റിയതാട്ടോ. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട, എന്നാലും നല്ല കളറൊക്കെയാണ്. എനിക്ക് ഇതൊക്കെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫ്രോക്ക് ഒരു പാർട്ടി വെയർ പോലത്തെ ഒരു ഫ്രോക്കാണ്. ഇവിടെ വലിയ വർക്കൊന്നുമില്ല, ഇവിടെ ഫ്രണ്ടിൽ വലിയ വർക്കൊന്നുമില്ല, ഒരു പൂ മാത്രമേ ഉള്ളൂ. പിന്നെ താഴെ ഇങ്ങനെ റോസാപ്പൂവൊക്കെ വന്നിട്ടുണ്ട്, അടിയിൽ നെറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇതല്ല, ഇതിനും കാട്ടി ഒരു ഹൈലൈറ്റ് ഒരു സാധനമുണ്ട്. ഈ ഉടുപ്പിൻ്റെ ഹൈലൈറ്റ് സാധനം ഇതാണ് കേട്ടോ. ഈ ഒരു കോട്ടും കൂടെ വരുമ്പോഴാണ് ഇതിന് എടുപ്പാകുന്നത്. ഇങ്ങനെ വരും. ഈ കോട്ടും കൂടെയുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. നല്ല അടിപൊളി സാധനം. ഇത് കൊണ്ടുവന്നത് വീച്ചേച്ചിയാട്ടോ. അതുകൊണ്ട് ഈ ചെമ്മരിയാട് കൊണ്ടുവന്നില്ലേ, ആ സെയിം വീച്ചേച്ചിയാണ് ഇതും കൊണ്ടുവന്നത്. ഇതിപ്പോൾ പൊന്നിക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം വലുതാണ്, ചാണ്ടണ്ട വലുതാണ്. അപ്പം വലുതെടുത്ത് കാര്യം, അല്ലെങ്കിൽ ഇരുന്ന് എനിക്ക് വിഷമമായിപ്പോൾ എന്നെ ഇടാൻ പറ്റാതെ വെച്ചിരുന്നു. അപ്പോൾ ഇത് വലുതായതുകൊണ്ട് പൊന്നി നടക്കുന്ന പരുവത്തിലൊക്കെ ഇടാൻ പറ്റും. പിന്നെ വരുന്നത് ഈ ഉടുപ്പാണ്. ഇതിനൊരു കോട്ടും ജീൻസും ഉടുപ്പും കൂടെ വരുന്നതാണ്. ഇത് കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സൊക്കെ എങ്ങനെയോ മിസ്സായിപ്പോയി, അതെങ്ങനെ ഇട്ടോ കേട്ടോ. അപ്പോൾ ഇതും പൊന്നിക്ക് ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല കേട്ടോ, വളർന്നിട്ടേ ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. നടക്കുന്ന പ്രായമൊക്കെ LKG ഒക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുമോ, അങ്കൻവാടിയിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അടുത്തത് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ഈ ഡ്രസ്സാണ്. ഇത് അമ്മയുടെ കൂട്ടുകാരി അജിയാൻ്റെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കറക്റ്റാണ്, ഇതിടുമ്പോൾ നല്ല രസമാണ് പൊന്നിയെ കാണാൻ. അപ്പോൾ അടുത്തത് ഇങ്ങനൊരു ഉടുപ്പാണ് കേട്ടോ. ഇത് അപ്പുറത്തെ വീട്ടിലെ കീർത്തന മേടിച്ചതാണ് കേട്ടോ. ഇതും നല്ല തുണിയാണ്, നല്ല തുണിയാണ്. ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം അവൾക്ക് വലുതാണ്, കുറച്ചുകൂടെ വളർന്നാലേ അവൾക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ ഇനിയുള്ളത് രണ്ടെണ്ണവും സെയിം ആണ് കേട്ടോ, കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ട് പേര് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പാൻറ്റാണ് ഇതാണ് കേട്ടോ കളർ പാൻറ്റ്. പിന്നെ അതിൻ്റെ ഇങ്ങനത്തെ ഒരു ഉടുപ്പ്. ഇത് മേടിച്ചത് മായപ്പ കേട്ടോ, മായപ്പ മേടിച്ചതാണ്. ഇതിൻ്റെ സെയിം മായപ്പ അല്ലല്ല സോറി. അപ്പോൾ ഇത് മേടിച്ചത് മായക്കുഞ്ഞാട്ടോ. അപ്പോൾ അയ്യോ എൻ്റെ സിന്ദൂരകത ഒലിച്ചിറങ്ങുന്നു, ഭയങ്കര ചൂട് കേട്ടോ, വിയർക്കുന്നേ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഇത് മേടിച്ചത് എനിക്ക് മായ അപ്പയുണ്ട്, മായ കുഞ്ഞുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് തിരിഞ്ഞു വന്നത്. അപ്പോൾ ഇത് മേടിച്ചത് മായ കുഞ്ഞാട്ടോ. അപ്പം അടുത്ത് നോക്കാം. അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ സെയിം തന്നെ, കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മേടിച്ചത് കാണിച്ചു തരാം, കണ്ടേ സെയിം ഇല്ലേ, രണ്ടുപേരും ഒരുമിച്ച് മേടിച്ചല്ല കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചത് ലേഖക്കുഞ്ഞ. അപ്പോൾ അതിൻ്റെ നേരത്തെ കണ്ട തന്നെ സെയിം പാൻറ്റ് തന്നെ, കണ്ടില്ലേ, കളർ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇത് രണ്ടും ഇടാൻ നല്ല സുഖമാട്ടോ. ഈ സമയത്തൊക്കെ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിലൊക്കെ ഇടാൻ നല്ല മെറ്റീരിയലാണ്, ബെന്നിൻ്റെ ഇല്ലേ. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ലതാട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഡ്രസ്സ്. അപ്പോൾ ഇനി അടുത്തത് പൊന്നിക്ക് 2 കമ്മൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. അപ്പോൾ നമുക്ക് അത് കാണാം. അപ്പോൾ ഫസ്റ്റ് അപ്പോൾ കാണുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റത്തെ കമ്മൽ ഇതാണ് കേട്ടോ, കാണുന്നുണ്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇത് മേടിച്ചത് വല്യച്ഛനാണ് കേട്ടോ, അച്ഛൻ്റെ ചേട്ടൻ മേടിച്ചതാണ് ഈ കമ്മൽ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാമേ. പക്ഷേ ഇതിപ്പോൾ അവൾക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ആണിക്ക് കനം കുറവാണ്. അവളെ കാതി കിടക്കുന്ന ആണിക്ക് നല്ല കനമുണ്ട്. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ അവളുടെ കാത് ഇത്രയും ചെറുതായിപ്പോവും. എന്ന് വെച്ചാൽ അത് ഈ കനമില്ലാത്ത ആണിയുടെ അത്രയും ചെറുതാണ്. അപ്പം മറ്റേ കമ്മലിടാൻ പറ്റത്തില്ല. അതുകൊണ്ടിപ്പം ഈ ആണി അങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല, കാരണം അത് കാത് ചെറുതായി കഴിഞ്ഞാൽ മറ്റേത് ഇടാൻ പറ്റത്തില്ല, ജിമ്മിക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല. ഇനി ഞാലും ഇട്ട് കൊടുക്കും, ഒരു ദിവസമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. സ്ഥിരമായിട്ട് ഇടുമ്പോഴത്തേക്ക് അത് അടഞ്ഞു പോകും, അതുകൊണ്ട് ഇടത്തില്ല. പിന്നെ ഇതിന് ആണിക്ക് നീളവും കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ അടുത്തത് ദാണ്ട് ഈ കമ്മലാണ് കേട്ടോ.
അപ്പോൾ അടുത്തത് ഈ കമ്മലാണ്. ഇത് മേടിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. ഇതിൻ്റെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ആണിക്ക് കനം കുറവാണ്. ഞാനായിട്ടുണ്ട് നടന്നത് ഇത്ര നാൾ. എൻ്റെ പിന്നെ കുഞ്ഞു മുഖമായിട്ട് കുഴപ്പമില്ലായിരുന്നു ഇട്ടിട്ട്. അപ്പം ഇതും ഞാലും പൊന്നിക്ക് ഇട്ട് കൊടുക്കും. ഇതും ഇട്ട് കൊടുക്കും, പക്ഷേ എന്നും ഇടാൻ പറ്റത്തില്ല, കാത് ചെറുതായിപ്പോവും. പിന്നെ പൊന്നിക്കൊരു കൊലുസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അവളെ കാലിൽ കിടക്കുക. ഇവിടുത്തെ അച്ഛനും അമ്മയും മേടിച്ചു കൊടുത്ത കൊലുസ് അത് അവളെ കാലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ പൊന്നിക്ക് കിട്ടിയ ഗിഫ്റ്റ്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ഗിഫ്റ്റുകളൊക്കെയാണ് പൊന്നിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം അങ്ങനെയൊക്കെയുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് പറയാം. അപ്പം ഞാൻ ആഴ്ചയിൽ 2 വീഡിയോ വെച്ചൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.